ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ നിന്റെ നാവെടുത്ത് പോരുത്. നീ പ്രാർത്ഥിച്ചാ ഒരിക്കലും എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഇതിനായിരുന്നോ ഇത്രയും കാര്യമായിട്ട് നീ ഞങ്ങളെ രണ്ടുപേരെ ഇത്രയും ഗുണ്ടകളെ വിട്ട് വിളിപ്പിച്ചോണ്ട് വന്നത്? കഷ്ടം. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ ബുദ്ധി ഇതുവരെ ഉറച്ചില്ല അവന്തികെ. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ വരുമായിരുന്നല്ലോ. അത് നിന്റെ അച്ഛനായതുകൊണ്ടല്ല, ഒരു നല്ല മനുഷ്യന്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്ന ചടങ്ങിന് പങ്കെടുക്കുന്നത് എനിക്ക് സന്തോഷമായതുകൊണ്ട്. എന്നെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ കെട്ടിയിട്ടോ. അർച്ചനെടുത്ത് ഇപ്പൊ തന്നെ പറഞ്ഞയക്കണം. വീട്ടിൽ അവിടെ കുഞ്ഞിന്റെ നൂല് കെട്ട് ചടങ്ങ് നടക്കാം. എല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അറിയാം, അതുകൊണ്ടാണല്ലോ നിങ്ങൾ രണ്ടുപേരെയും അവന്തിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങളൊരു നല്ല മനുഷ്യനാണോ? ഇവളുടെ അമ്മാവനെന്ന് പറഞ്ഞു നടക്കാൻ നാണില്ലേ നിങ്ങക്ക്? നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ജീവിച്ചൂടെ? ചേച്ചിയുടെ തെറ്റുകൾക്കെല്ലാം കൂട്ടു നിൽക്കുന്നത് അല്ലെങ്കിലും അമ്മാവന്റെ ഒരു സ്വഭാവമാണല്ലോ. നീ അധികം കിടന്ന് ചിലക്കാതെ പെണ്ണേ. അവന്തിക നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഈ അമ്മാനത് ചെയ്തിരിക്കും. അതിന്റെ കടമയാണ്. അന്ന് നീ മുടക്കിയ ചടങ്ങായത്. ഇനി ഈ ചടങ്ങ് നടക്കുന്നെങ്കിൽ അതിന് നീ കൂടി സാക്ഷിയാവണമെന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു. അവന്തികെ, നീ കളിക്കരുത്. അവിടെ എന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന്റെ മുഹൂർത്തമായി. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവണം. മര്യാദയ്ക്ക് ഞങ്ങളുടെ കെട്ടഴിച്ച് വിടുന്നേ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇതിന്റെ ഫലം നീ അനുഭവിക്കും. ആര്? ഞാനോ? ഇതുവരെ അനുഭവിച്ചതെല്ലാം നീയും സേതുമാധവനും മക്കളും കൂടിയല്ലേ. കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന നീയൊക്കെ ഇപ്പൊ എവിടെയാ താമസിക്കുന്നെ? വെറും വാടക വീട്ടിൽ. സേതുമാധവന്റെ സിംഹാസനത്തിൽ ഇപ്പൊ ഇരിക്കുന്നത് ഞാനാ. അയാളുണ്ടാക്കിയ സാമ്രാജ്യം ഭരിക്കുന്നതും ഞാൻ തന്നെയാ. നിന്റെ ഭർത്താവിനെയും അനിയനെയും ആങ്ങളെയും എല്ലാം ഞാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇനി നിനക്കൊന്നും നെല്ലിശ്ശേരി വീടോ ആ ബിസിനസ്സോ ഒന്നും കണി കാണാൻ പോലും കിട്ടില്ല. അതൊക്കെ കോടതി തീരുമാനിച്ചോളും. പക്ഷേ ഇപ്പൊ നീ എന്നെ അഴിച്ചു വിട്ടില്ലെങ്കിൽ ഈ ചടങ്ങ് ഇന്നും നടക്കില്ല. ഓ, നടക്കും. നടത്തും ഞാൻ. അതിന് നീയും ഇവള് സാക്ഷിയാവാൻ പോവാ. മൂർത്തി, ഞാൻ കർമ്മങ്ങൾ ചെയ്യാൻ പോവാ. ഇവിടുന്ന് അനങ്ങാൻ ഇവളുമാരെ സമ്മതിക്കരുത്. ഞങ്ങളെ അഴിച്ചുവിട്. അഴിച്ചുവിടാനാ പറഞ്ഞത്. ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ചടങ്ങ് കഴിഞ്ഞാ നിങ്ങൾ അഴിച്ചു വിട്ടേക്കാം. മോളെ, മോള് പോയി കർമ്മങ്ങൾ ചെയ്തോ. ഇത് അമ്മ നോക്കിക്കോളാം. അപ്പൊ ശരി, ഞാൻ കർമ്മങ്ങൾ ചെയ്യട്ടെ. ഇവിടെ നിന്ന് രണ്ടുപേരും നല്ലതുപോലെ കാണും.